അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമ്മൾ ഒരു പീസ് തുണി സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ ബാക്കിലായിട്ട് നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയുടെ നീളവും വീതി എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ഇനി നമുക്ക് ഈ തുണി രണ്ടായിട്ട് മടക്കാം. ശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടെ മടക്കി കൊടുക്കാം. ഇപ്പം ഇത് 4 ലെയർ ആയിട്ടാണ് ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ താഴത്തെ ഭാഗത്തു നിന്നായിട്ട് ഉള്ളിലേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നായിട്ട് ഉള്ളിലേക്ക് 4 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. അവിടെ നമുക്കൊരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ മോൾ ഭാഗത്തേക്കായിട്ട് 4.5 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം. അവിടെ നമുക്കൊരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് മോൾ ഭാഗത്ത് ഒരു കർവ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ ദാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണി നിവർത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ലൈനിങ്ങിനായിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ് തുണിയുടെ മുകളിലേക്കായിട്ട് കട്ട് ചെയ്ത് വെച്ച തുണി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കട്ട് ചെയ്തെടുത്ത തുണിയുടെ അതേ ഷേപ്പിൽ തന്നെ ലൈനിങ് തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു രീതിക്ക് തന്നെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഈ ഒരു ഷേപ്പിൽ അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക, ഫുള്ളായിട്ട് തന്നെ. അപ്പോൾ ഇവിടെ ദാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് 2 പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ലൈനിങ് തുണിയും ഒന്ന് മെയിൻ ഫാബ്രിക് കൂട്ടാ. ഇതിൻ്റെ നീളവും വീതി ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇനി ആ ഒരു തുണി നല്ല വശങ്ങൾ ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തുറന്ന വശത്തൂടിയായിട്ട് ഇത് നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇട്ടുള്ളത്. ഇതിന് നമുക്ക് സൈഡിലേക്ക് ഒന്ന് വെക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നില്ലേ, അതാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്കായിട്ട് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു പീസ് ഈ ഒരു രീതിക്കൊന്ന് വെച്ച് കൊടുക്കുക. ഒരു സൈഡിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ കോർണർ ഭാഗങ്ങൾ കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് 3 സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. മുകളിലെ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ദാ 3 സൈഡും മുകളിലെ ഒരു ഭാഗവും ഓപ്പൺ ആയിട്ടാണ് ഉള്ളത്. ഇവിടെ നമ്മൾ പോക്കറ്റാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ തുറന്ന ഒരു ഭാഗത്തേക്കായിട്ട് പ്രസ് ബട്ടണോ അല്ലെങ്കിൽ വെൽക്രോയോ നമുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ പ്രസ് ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ബാഗിനായിട്ടുള്ള സ്ട്രാപ്പുകളാണ്. സ്ട്രാപ്പിൻ്റെ നീളവും വീതിയും ഞാൻ സ്ക്രീനിൽ കാണിക്കാം. സ്ട്രാപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്ത സ്ട്രാപ്പ് തന്നെയാട്ടോ. ഇനി നമ്മൾ സ്ട്രാപ്പ് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഈ ഒരു തുണി വീഡിയോയിൽ കാണുന്ന പോലെ 2ആയിട്ട് മടക്കുക. 2ആയിട്ട് മടക്കിയിട്ട് 2 സൈഡിലും സെൻറ്റർ പോയിന്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സെൻറ്റർ മാർക്ക് ചെയ്ത് അവിടുന്ന് 2 സൈഡിലേക്കായിട്ട് 2 ഇഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു സൈഡിൽ മാർക്ക് ചെയ്തു, അടുത്തൊരു സൈഡിലും സെയിം രീതിയിൽ മാർക്ക് ചെയ്യാം. ഇനി നമ്മളിവിടെ സ്ട്രാപ്പാണ് എടുത്തിട്ടുള്ളത്. സ്ട്രാപ്പിൻ്റെ ഒരറ്റം നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് വെച്ച് കൊടുക്കുക. അടുത്തൊരറ്റം അടുത്ത സൈഡിൽ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയും വെച്ച് കൊടുക്കുക. ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു സൈഡിൽ നമുക്ക് സ്ട്രാപ്പ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്ട്രാപ്പ് വെച്ച ഭാഗങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ ദാ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലേക്ക് നിൽക്കുന്ന ആ ഒരു തുണി കോർണർ ഭാഗം ദാ ഇതുപോലെ വെച്ചിട്ട് ഉള്ളിലേക്ക് ഒന്ന് മടക്കുക. എന്നിട്ട് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു സൈഡിൽ നിന്ന് നമ്മളിതാ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് അവിടെയും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു സൈഡിലേക്ക് എത്രയാണ് അളവ് വരണമെന്ന് നോക്കാം. അതിൻ്റെ കൂടെ +1 ഇഞ്ച് നമുക്ക് കൂട്ടിയെടുക്കാം. ഇനി ഇവിടെ നമ്മളിതാ നേരത്തെ കിട്ടിയിട്ടുള്ള അളവിലാണ് നമ്മൾ ഈ തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഈ തുണിയുടെ ബാക്കിലായിട്ട് നമ്മൾ ക്യാൻവാസും ലൈനിങ്ങിൻ്റെ തുണിയും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ്. അത് നമ്മളിതാ 2ആയിട്ട് ഇതുപോലെ മടക്കിയിട്ട് നീളത്തിൽ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമ്മളിവിടെ സിബാണ് എടുത്തിട്ടുള്ളത്. സിബ് തുണിയുടെ നീളത്തിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. തുണിയുടെ നല്ല വശവും സിബിൻ്റെ നല്ല വശവും ഇതുപോലെ ഒരുമിച്ച് വെക്കുക. അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ദാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിൽ ആ ഒരു ഭാഗം ഇതുപോലെ മടക്കിയിട്ട് മുകളിലൂടെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി സിബിൻ്റെ അടുത്തൊരു ഭാഗത്തേക്കായിട്ട് ആ ഒരു പീസ് തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അവിടെയും നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും മോൾ ഭാഗത്തൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇവിടെ നമ്മൾ ബാഗിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച മെയിൻ ഫാബ്രിക്കും അതുകൂടാതെ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. സൈഡിലേക്ക് നിൽക്കുന്ന തുണിയുടെ മുകളിലേക്കായിട്ട് സിബ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു സൈഡ് നമ്മളിതാ ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. രണ്ടിൻ്റെ അരിക് ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു സൈഡിലേക്ക് നമ്മളിതാ രണ്ട് തുണിയുടെ അരിക് ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വെക്കുക. അവിടെ നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് രണ്ട് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള രണ്ട് സ്ട്രിപ്പുകൾ എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോർണർ ഭാഗത്ത് നിന്ന് ആ ഒരു തുണി ഇതുപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് രണ്ട് തുണിയുടെ അരിക് ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് അരികിലൂടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു സൈഡ് എത്തുന്ന വരെ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലിപ്പ് ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിത് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നമ്മൾ മുകളിൽ ആ ഒരു തുണിയുടെ അരിക് ഭാഗവും നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത തുണിയുടെ അരിക് ഭാഗവും ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ നീളത്തിലുള്ള സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളിതാ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് ഓപ്പൺ ആക്കിയിട്ട് ബാഗ് നമുക്ക് നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. ബാഗിൻ്റെ ഉൾവശത ഇതുപോലെ ഉള്ളത്, അതുപോലെ ബാഗിൻ്റെ പുറംവശത്തായിട്ട് നമ്മളൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. Thanks for watching.